നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെർണിയെക്കുറിച്ചാണ്. ഹെർണിയ എന്ന് പറയുന്നത് വളരെ സുപരിചിതമായൊരു പദമാണ്. ആദ്യം നമുക്ക് ഹെർണിയ എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ദുർബലമായ പേശികളുടെ ഇടയിൽ കൂടി ആന്തരിക അവയവങ്ങൾ, പ്രധാനമായും കുടലിന് പുറത്തുള്ള ഫാറ്റ്, ഒമൻഡം എന്ന് പറയും, ഇത് രണ്ടും പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥ, ഇതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ പ്രധാനമായും കാണുന്നത് വയറിലാണ്. വയറിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഹെർണിയാണ് നമ്മൾ ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. അതായത് വയറിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് വശത്തായിട്ട് കാണുന്ന ഇൻഗ്വൈനൽ ഹെർണിയ, അത് കാലിൻ്റെ ഒടിയിലൂടെ താഴത്തേക്ക് തുടയുടെ സൈഡിലേക്കായി വരുന്ന ഹെർണിയകൾ. അതല്ലാതെ പിന്നെ കാണുന്നതാണ് പൊക്കിളിൻ്റെ അവിടെ അല്ലെങ്കിൽ പൊക്കിളിൻ്റെ ചുറ്റും കാണുന്ന അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കാണപ്പെടാത്ത ബാക്കിയുള്ള ഹെർണിയകൾ എന്ന് പറയുന്നത് ഹയാറ്റസ് ഹെർണിയ, നമ്മുടെ വയറിനും നെഞ്ചിൻ്റെയും ഇടയിലൂടെ വരുന്ന ഒരു ഹെർണിയ. പിന്നെയുള്ളത് ഫെമറൽ ഹെർണിയ, അത് നമ്മുടെ പെൽവിക് ബോൺ, അതായത് നമ്മുടെ ഹിപ്പ് ബോണിൻ്റെ ഉള്ളിലൂടെ കാണുന്ന ഒരു ഹെർണിയ. ഇതൊക്കെയാണ് അപൂർവമായിട്ട് വരുന്ന ഹെർണിയകൾ. എന്തുകൊണ്ടാണ് ഹെർണിയ വരുന്നത്? ഹെർണിയ തീരെ ചെറിയ കുട്ടികളിൽ നമ്മൾ കാണുന്ന ഹെർണിയകൾ അംബിളിക്കൽ ഹെർണിയ, ഇൻഗ്വൈനൽ ഹെർണിയ, അത് തീരെ ചെറിയ കുട്ടികൾ, ജനിച്ചു വീഴുന്ന കുട്ടികളിൽ കാണാറുണ്ട്. അതിൽ തന്നെ എല്ലാ ഹെർണിയകൾക്കും നമുക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികളിൽ കാണുന്ന പീഡിയാട്രിക് അംബിളിക്കൽ ഹെർണിയകൾ, അത് മിക്കവാറും പേർക്ക് ആ പൊക്കിൾ കൊടി അതവിടെ ഫ്യൂസായി ആ ഹെർണികൾ തന്നെ അടഞ്ഞു പോകും. അപ്പോൾ അതിന് നമ്മളൊരു 2 വയസ്സ് വരെയോ 3 വയസ്സ് വരെയോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല, ഇൻഗ്വൈനൽ ഹെർണിയകളാണെങ്കിൽ അത് ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം. ഹെർണിയകൾ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? ഹെർണിയകൾ പ്രധാനമായും കാണുന്നത് ഈ പുറത്ത് വരുന്ന ഒരു തടിപ്പായിട്ട്, അല്ലെങ്കിൽ ഈ പുറത്ത് വരുന്ന തടിപ്പിൻ്റെ പുറത്തൊരു വേദന, അതിൻ്റെ പുറത്തൊരു നിറവ്യത്യാസം, ചുവപ്പ് കളറായിട്ട് കാണുക, ഇതൊക്കെ ആയിരിക്കാം ഹെർണിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പിന്നെ ഹെർണിയയുടെ ഉള്ളിൽ കുടൽ കയറിയെന്ന് തടസ്സം വരുവാണെങ്കിൽ നമുക്ക് ഛർദി, വയറ് വീർത്ത് വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ കാണാം. ഇതല്ലാതെ നമ്മളൊരു വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ കാണുമ്പോൾ ഈ ഹെർണിയ എന്ന് പറയുന്നത് പുറത്തേക്കൊരു തടിപ്പായിട്ട് വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോർമലായിട്ട് കിടക്കുമ്പോൾ അത് അകത്തേക്ക് പോകുന്നു. ഇതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഹെർണിയയുടെ ലക്ഷണം. പിന്നെ കാണുന്നതിൽ സ്ത്രീകളിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് പൊക്കിൾ കൊടിയുടെ അല്ലെങ്കിൽ അംബിളിക്കൽ ഹെർണിയ എന്ന് പറയും. അത് മിക്കവാറും സ്ത്രീകളിൽ പ്രഗ്നൻസി കഴിഞ്ഞ് നോർമൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഹെർണിയകൾ അടഞ്ഞു പോകും. പക്ഷേ ചിലരിലെങ്കിലും അത് ഹെർണിയകളായിട്ട് തന്നെ നിൽക്കും. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത് ഹെർണിയായി അവശേഷിക്കുന്ന സ്ത്രീകളിൽ അവർ തുടർന്നൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് സർജറിയിലേക്ക് പോകേണ്ടതാണ്. ഉടനെ തന്നെ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കോംപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാം. ഹെർണിയ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മരുന്നുകളിലൂടെ ചികിത്സിക്കാവുന്ന ഒരവസ്ഥയല്ല. ഹെർണിയയ്ക്ക് നിർബന്ധമായും സർജറി തന്നെ വേണം. അത് ഹെർണിയ സർജറി എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിലാണെങ്കിൽ നമ്മൾ ആ ദ്വാരത്തെ അടച്ചു വയ്ക്കുന്നു, നമ്മൾ ഹെർണിയോട്ടമി എന്ന് പറയും. പക്ഷേ വലിയ ആൾക്കാരിൽ അല്ലെങ്കിൽ പ്രായമായവരിൽ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള മെഷ് റിപ്പയർ ആണ്. ഹെർണിയ വന്നിരിക്കുന്ന ആ ദ്വാരം അടച്ച് അതിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവൻ വീണ്ടും ഹെർണിയ വരാതിരിക്കാനായിട്ട് ഒരു നെറ്റ് പോലെയുള്ളൊരു സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. ഈ മെഷ് വെച്ച് ഫിക്സ് ചെയ്യുന്നതാണ് അതിൻ്റെ രീതി. ഹെർണിയയുടെ ഓപ്പറേഷനുകൾ നമുക്ക് പ്രധാനമായും വരുന്നത് ഓപ്പൺ സർജറി. പണ്ടുകാലം തൊട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഓപ്പൺ സർജറി. മുറിവുണ്ടാക്കി അവിടെ ഹെർണിയ ദ്വാരം അടച്ച് അതിൻ്റെ പുറത്ത് മെഷ് വയ്ക്കുക. പിന്നീട് വന്ന സർജറികളാണ് നമുക്ക് കീഹോൾ സർജറികൾ. കീഹോൾ സർജറികൾ ഏതാ ലാപ്രോസ്കോപ്പിക് സർജറി ആവാം, അല്ല എന്നുണ്ടെങ്കിൽ റോബോട്ടിക് സർജറി ആവാം. രണ്ടിലും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ മെഷ് വയ്ക്കുന്നു, ഹെർണിയ ദ്വാരം അടച്ചവിടെ മെഷ് വെച്ച് അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ മുറിവുണ്ടാക്കി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ നമ്മൾ കുറച്ചൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയൊരു നീർക്കെട്ട്, മുറിവുകൾ ഉണങ്ങാനുള്ള ചെറിയ കാലതാമസം, ബുദ്ധിമുട്ടുകൾ എന്നിവ ഇത്തിരി കൂടുതലായിട്ടുണ്ടാവാം. മറിച്ച് കീഹോൾ സർജറികളാകുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് മുറിവുകൾ വളരെ ചെറുതാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടുതലായിട്ട് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നീർക്കെട്ട്, ബുദ്ധിമുട്ടുകൾ എല്ലാം കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കടക്കാനായി സാധിക്കും. നമുക്കൊരു ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെർണിയ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതായത് വേദനയോ ബുദ്ധിമുട്ടുകളോ വരാൻ ശ്രമിക്കാതെ അത് നേരത്തെ കണ്ടെത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ സർജറി ചെയ്യാനായിട്ട് മുന്നോട്ട് വരണം. കാരണം അത് വെയിറ്റ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ കുടൽ കുടുങ്ങിയിരുന്ന് കുടലിനൊരു നീർക്കെട്ട് വരുന്നൊരവസ്ഥയായാൽ കുടൽ മുറിച്ച് മാറ്റുന്ന ഒരു സാഹചര്യം വരെ എത്തിയേക്കാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ ഹെർണിയ ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴകൾ നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോഴോ കൂടുതൽ തടിപ്പുകളായിട്ട് കാണുന്ന മുഴകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്തുള്ളൊരു സർജനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്.